ഹായ് ഫ്രണ്ട്സ്, സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട്. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ ഒരു റിട്ടേൺ പരിശോധിച്ച് താരതമ്യം ചെയ്താൽ ഏറ്റവും അധികം റിട്ടേൺ നൽകിയ, അക്കാര്യത്തിൽ ഇപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഫണ്ടാണ് ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട്. ഇതിൻ്റെ 5 വർഷത്തെ ആബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറയുന്നത് 583.32% ആണ്. നിഫ്റ്റിയുടെ 5 വർഷത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് 97.83% ആബ്സല്യൂട്ട് റിട്ടേൺ ആണ്. അപ്പോൾ നിഫ്റ്റിയേക്കാളും 5 ഇരട്ടി അധികം റിട്ടേൺ നൽകിയ ഒരു ഫണ്ടാണ് ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട്. അതുപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഇൻഡെക്സ്, ഇതാണല്ലോ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്. ആ ഒരു ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഇൻഡെക്സ് നൽകിയ 5 വർഷത്തെ ആബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറയുന്നത് 254%. അപ്പോൾ അതിനേക്കാളും ഡബിളായിട്ടുള്ള റിട്ടേൺ ആണ് ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് നൽകിയിരിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ CAGR റിട്ടേൺ നമ്മൾ മറ്റ് പല സ്മോൾ ക്യാപ് ഫണ്ടുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള CAGR റിട്ടേൺ ആയിട്ടുള്ള 46.80% റിട്ടേൺ ഓരോ വർഷവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാണ് ഈ ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഒക്ടോബറിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും മോശം പ്രകടനത്തിലൂടെ കടന്നുപോയ ഒരു മാസമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തെ ആ ഒരു മാർക്കറ്റ് ഫോള് എല്ലാ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലും 3.90% മുതൽ 9.45% വരെ താഴോട്ടേക്ക് വന്നിരുന്നു. എന്നാൽ ഇവിടെ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് അതിൻ്റെ ഫോള് 5.89% മിനിമൈസ് ചെയ്യാൻ അവർക്ക് പറ്റി. നിഫ്റ്റിയുടെ ഫോളായിട്ടുള്ള 6.08% അത്രത്തോളം വന്നിട്ടില്ല. ക്വാണ്ട് ഈ സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ ഫോള് അത് 5.89% ആണ് നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഇൻഡെക്സിൻ്റെ ഫോള് 8.38% ആയിരുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത്രമാത്രം തങ്ങളുടെ ഫോളിനെ പിടിച്ചു നിർത്താൻ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിന് കഴിഞ്ഞു എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കറിയാം, ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി, അതിലവർ പ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹൈ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ആണ്. സ്റ്റോക്കുകൾ നിരന്തരം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ സ്ട്രാറ്റജി. സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ ബൈ ആൻഡ് ഹോൾഡ് എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് പൊതുവേ കാണാറുള്ളത്. എന്നാൽ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രത്യേകത ഈ ഒരു ടേൺ ഓവറാണ്. അവർ നിരന്തരം സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു വർഷം തന്നെ 2-3 പ്രാവശ്യമൊക്കെ പോർട്ട്ഫോളിയോയിൽ വലിയ ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ സെപ്റ്റംബർ മാസത്തെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളും അതുപോലെ ഒക്ടോബർ മാസത്തെ പോർട്ട്ഫോളിയോയിലെ സ്റ്റോക്കുകളും തമ്മിലുള്ള ഒരു താരതമ്യം നടത്തിക്കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് അവരുടെ പോർട്ട്ഫോളിയോയിൽ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഏകദേശം 75ഓളം സ്റ്റോക്കുകളാണ് കാണാൻ കഴിയുക. അവരുടെ സെപ്റ്റംബർ മാസത്തെ AUM എന്ന് പറയുന്നത് 26,644 കോടിയാണ്. ഒക്ടോബർ മാസം അത് കുറഞ്ഞിട്ട് 26,330 കോടിയായിട്ട് താഴോട്ട് വന്നതായിട്ട് കാണാം. അപ്പോൾ നേരിയൊരു ഫോള് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ആ ഒരു ടോപ്പ് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഹോൾഡിംഗ് അവർക്കുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസിലാണ്. അത് കഴിഞ്ഞാൽ ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, പിന്നെ ഏജിസ് ലോജിസ്റ്റിക്സ്, ആദിത്യ ബിർള ഫാഷൻ, ബക്കാജി ഫുഡ്സ് ഇന്റർനാഷണൽ, HFCL ലിമിറ്റഡ്, പോളി മെഡിക്യൂർ ലിമിറ്റഡ്, അതുപോലെ സൺ TV നെറ്റ്വർക്ക്, അതുപോലെ അദാനി എൻ്റർപ്രൈസസ്, അദാനി പവർ, ബെയർ ക്രോപ്പ് സയൻസ്, അതുപോലെ അരവിന്ദ് ലിമിറ്റഡ്. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട, അതായത് 2% കൂടുതൽ ഹോൾഡിംഗ് ഉള്ള ടോപ്പ് ഹോൾഡിംഗ് ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ക്വാണ്ട് സ്മോൾ ക്യാപിൻ്റെ ഒക്ടോബർ മാസത്തെ പോർട്ട്ഫോളിയോയിൽ 3 പുതിയ സ്റ്റോക്കുകൾ ഫണ്ട് മാനേജർ പുതുതായിട്ട് ആഡ് ചെയ്തതായിട്ട് കാണാം. ആ സ്റ്റോക്കുകൾ സെപ്റ്റംബറിൽ അവരുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരുന്നില്ല. അതിലൊന്ന് അദാനി എൻ്റർപ്രൈസസ് ആണ്. അദാനി എൻ്റർപ്രൈസസ് 2.76% വലിയൊരു ബൈങ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. പക്ഷേ അവരുടെ ബൈങ്ങിന് ശേഷവും കഴിഞ്ഞ ഒരു മാസം ആ സ്റ്റോക്കിൽ 9.17% ഒരു നെഗറ്റീവ് ഗ്രോത്താണ് നമുക്ക് കാണാൻ കഴിയുക. ഇതുപോലെ തന്നെ അവർ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ടാറ്റ കെമിക്കൽസ് ആണ്. അതിൽ 0.66% ഹോൾഡിംഗ് ആണ് പോർട്ട്ഫോളിയോയുടെ പെർസെൻറ്റേജ്. അപ്പോൾ ആ സ്റ്റോക്കും ഒരു 3.64% ഒരു ഇടിവാണ് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഓവറോൾ റിട്ടേണിൻ്റെ താഴെയാണ് എന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ആഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് പുതുതായിട്ട് ആഡ് ചെയ്ത മറ്റൊരു സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ 0.2% ഒരു ഹോൾഡിംഗ് ആണ് ഇവർ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു 3 സ്റ്റോക്കുകളാണ് പുതുതായിട്ട് ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ ഈ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ 10% കൂടുതൽ ഹോൾഡിംഗ് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തെ അപേക്ഷിച്ച് വർദ്ധിപ്പിച്ച സ്റ്റോക്കുകളാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കാണാമെങ്കിൽ ഏറ്റവും അധികം ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇക്ലർക്ക് സർവീസസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇത് മീഡിയം സ്മോൾ സെഗ്മെന്റിലുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കമ്പനിയാണ്.
ഇതിൻ്റെ കഴിഞ്ഞ മാസം 0.02% ഉണ്ടായിരുന്ന ഹോൾഡിംഗ് 0.22% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 90% ഇൻക്രീസ് ആണ് നടത്തിയിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ ഒരു മാസം ഈ സ്റ്റോക്ക് 11% റിട്ടേണും നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് EPL ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ പഴയ പേര് SL പ്രോപാക് ലിമിറ്റഡ് എന്നാണ്. ഇത് പാക്കേജിംഗ് മേഖലയിലുള്ള ഒരു സ്റ്റോക്കാണ്. 0.16%ൽ നിന്ന് അവരുടെ ഹോൾഡിംഗ് 0.81% ആയിട്ട് ഒക്ടോബറിൽ അവർ വർദ്ധിപ്പിച്ചതായിട്ട് കാണാം. അതായത് ഏകദേശം 80% ഒരു വർധനവ് ആ സ്റ്റോക്കിലും കാണാം. ഒരു മാസം ഈ സ്റ്റോക്ക് നെഗറ്റീവ് റിട്ടേൺ ആണ്. 1.70% ആണ് നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരു സ്റ്റോക്ക് ആസ്റ്റർ DM ഹെൽത്ത് കെയർ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഹെൽത്ത് കെയർ സെഗ്മെന്റിലുള്ള ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ മാസം 0.97% ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1.32% വർദ്ധിപ്പിച്ചതായിട്ട് കാണാം. അതായത് 26% ഒരു വർധനവാണ്. ഒരു മാസം ഈ സ്റ്റോക്ക് 0.57 ഒരു പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതൊന്ന് BLS ഇന്റർനാഷണൽ സർവീസ് ലിമിറ്റഡ് ആണ്. ഇത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ രംഗത്തുള്ള വിസ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ മാസം 0.43% ഉണ്ടായിരുന്ന സ്ഥാനത്ത് അതിൻ്റെ ഹോൾഡിംഗ് ഇപ്പോൾ 0.58% ആയിട്ട് ക്വാണ്ട് ഉയർത്തിയതായിട്ട് കാണാം. അതായത് 25% ഒരു വർധനവാണ് ആ സ്റ്റോക്കിൽ കാണുന്നത്. കൂടാതെ ഇതിൻ്റെ ഒരു മാസത്തെ റിട്ടേൺ പോസിറ്റീവ് ആയിരുന്നു. 2.10% പോസിറ്റീവ് ആണ്. മറ്റൊരു സ്റ്റോക്ക് ബെയർ കോപ്പ് സയൻസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അഗ്രോ കെമിക്കൽ രംഗത്തുള്ള ഈ കമ്പനി പെസ്റ്റിസൈഡ്സ്, അഗ്രോ കെമിക്കൽസ് ഒക്കെ നിർമ്മിക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. കഴിഞ്ഞ മാസം 1.76% ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2.36% ആയിട്ട് ഹോൾഡിംഗ് വർദ്ധിച്ചതായിട്ട് കാണാം. 25% ഒരു വർധനവ് ഹോൾഡിംഗിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസം ഇത് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. -13% ഒരു ഫോൾ ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് BASF എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് കെമിക്കൽ സെഗ്മെൻറ്റിലുള്ള പ്രത്യേകിച്ച് ഡൈവേഴ്സിഫൈഡ് സെക്ടറിൽ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഹോൾഡിംഗ് സെപ്റ്റംബർ മാസം 0.36% ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 0.46 ആയിട്ട് ഉയർന്നതായിട്ട് കാണാം. ഏകദേശം 21% ഒരു വർധനവ്. ഒരു മാസം ഈ സ്റ്റോക്ക് നൽകിയത് നെഗറ്റീവ് റിട്ടേൺ ആണ്. വലിയൊരു ഫോളാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. -22% ഒരു ഫോളാണ് നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരു സ്റ്റോക്ക് തെറോ കെയർ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. ഇത് ഹെൽത്ത് കെയർ സെഗ്മെന്റിലുള്ള ഡയഗ്നോസ്റ്റിക് സർവീസസ് മേഖലയിലുള്ള കമ്പനിയാണ്. സെപ്റ്റംബർ മാസം 0.29% ഉണ്ടായിരുന്ന ഹോൾഡിംഗ് 0.37 ആയിട്ട് അത് ഉയർത്തിയതായിട്ട് കാണാം. 21% ഒരു ഹോൾഡിംഗ് വർധനമാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് 9.79% ഒരു പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അടുത്തൊരു സ്റ്റോക്ക് പോളി മെഡിക്യൂർ ലിമിറ്റഡ് ആണ്. ഇത് ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ മറ്റൊരു കമ്പനിയാണ്. പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾസ് അതുപോലെ മെഡിക്കൽ സർജിക്കൽ ഡിവൈസസ് ഒക്കെ നിർമ്മിക്കുന്ന ഈ കമ്പനി ഇതിൻ്റെ ഹോൾഡിംഗ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം 2.65% ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 3.33% ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. 20% ഒരു വർധനമാണ് ഈ സ്റ്റോക്കിൽ കാണുന്നത്. വലിയൊരു ഹോൾഡിംഗ് ഉള്ള ഒരു സ്റ്റോക്കാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു മാസം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ 10.88% ആണ്. മറ്റൊരു സ്റ്റോക്ക് പ്രൈം സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഇത് ഫൈനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് രംഗത്തുള്ള പ്രത്യേകിച്ച് നോൺ ബാങ്കിങ് ഫൈനാൻസ്, ഇൻഷുറൻസ് സർവീസ്, ക്യാപിറ്റൽ മാർക്കറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ കമ്പനിയിൽ സെപ്റ്റംബർ മാസം ക്വാണ്ട് സ്മോൾ ക്യാപ്പിനുണ്ടായിരുന്ന ഹോൾഡിംഗ് 0.16% ആണ്. അതിപ്പോൾ 0.2% ആയിട്ട് ഉയർന്നതായിട്ട് കാണാം. 20% ഒരു വർധനമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ ഒരു മാസം -5.47% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. മറ്റൊരു സ്റ്റോക്ക് ഗില്ലറ്റ് ഇന്ത്യ ആണ്. ഇത് FMCG സെഗ്മെൻറ്റുള്ള പേഴ്സണൽ കെയർ രംഗത്തുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. 0.19% സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന ഹോൾഡിംഗ് ഇപ്പോൾ 0.23% ആയിട്ട് ഒക്ടോബറിൽ ഉയർന്നതായിട്ട് കാണാം. 17% ഒരു വർധനവ് ഹോൾഡിംഗിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു മാസത്തെ റിട്ടേൺ 3.44 എന്നുള്ള ഒരു പോസിറ്റീവ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരു സ്റ്റോക്ക് ഉഷ മാർട്ടിൻ ലിമിറ്റഡ് ആണ്. ഇത് സ്റ്റീൽ സെഗ്മെൻറ്റിലുള്ള ഒരു മീഡിയം സ്മോൾ സ്കെയിൽ സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്. സെപ്റ്റംബർ മാസം 1.25 ഉണ്ടായിരുന്ന ഹോൾഡിംഗ് 1.51 ആയിട്ട് ഇത് ഉയർത്തിയിട്ടുണ്ട്. 17% ഒരു വർധനവ് ഹോൾഡിംഗിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു മാസത്തെ റിട്ടേൺ -12% ആണെന്ന് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് വിഷ്ണു പ്രകാശ് ആർ പുംഗ്ലിയ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മേഖലയിലുള്ള പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ഒരു കമ്പനിയാണ്. സെപ്റ്റംബർ മാസം 0.48% ഉണ്ടായിരുന്ന ഹോൾഡിംഗ് 0.57% ആയിട്ട് ഉയർന്നതായിട്ട് കാണാം. ഏകദേശം 15% ഒരു വർധനമാണ് ഹോൾഡിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 1 മന്ത് ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ -8.83 ആണ്. ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ്. അവസാനമായിട്ട് 10% കൂടുതൽ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച ഒരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് സ്ട്രൈഡ്സ് ഫാർമ സയൻസ് ലിമിറ്റഡ് ആണ്. ഇത് ഫാർമസ്യൂട്ടിക്കൽ രംഗത്തിലുള്ള ബൾക്ക് ഡ്രഗ്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ്. 1.75 സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന ഹോൾഡിംഗ് 1.97 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 11% ഒരു വർധനമാണ് ഹോൾഡിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു മാസം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് -13.22 എന്നുള്ള നെഗറ്റീവ് റിട്ടേൺ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് 10% കൂടുതൽ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച സ്റ്റോക്കുകൾ. ഇനി നമുക്ക് 10% കൂടുതൽ സെൽ ഓഫ് ചെയ്ത കമ്പനികൾ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും ആദ്യം കാണുന്നത് ബൽറാംപൂർ ചീനി മിൽസ് ലിമിറ്റഡ് ആണ്.
ഈ സ്റ്റോക്കിൽ സെപ്റ്റംബർ മാസം 1.64% ഉണ്ടായിരുന്നത് കുറഞ്ഞിട്ട് 0.48% ആയിട്ട് താഴ്ന്നതായിട്ട് കാണാം. അതായത് 241%-ന്റെ ഒരു ഡൗൺ ആണ് ഹോൾഡിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇവർ വൻതോതിൽ ഈ സ്റ്റോക്ക് വിറ്റയച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് HP അഡ്ഹസീവ് ലിമിറ്റഡ് ആണ്. ഇത് 0.1% ഉള്ളത് ഇപ്പോൾ 0.08, ഏകദേശം 25%-ന്റെ സെൽ ഓഫ് നടത്തിയിട്ടുണ്ട് ഈ സ്റ്റോക്കിൽ. അതുപോലെ ജന സ്മോൾ ഫിനാൻസ് ബാങ്കിൽ 0.54%-ൽ നിന്നും 0.44% ആയിട്ട് താഴ്ത്തിയതായിട്ട് കാണാം. അത് -22%-ന്റെ ഒരു ഹോൾഡിങ്ങിലുള്ള കുറവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ HFCL ഇതുവരെ 20% ഒരു സെൽ ഓഫ് നടത്തിയിട്ടുണ്ട്. കാരണം 4.11%-ൽ നിന്ന് അത് ഹോൾഡിംഗ് കുറഞ്ഞിട്ട് 3.41% ആയതായിട്ട് കാണാം. അതുപോലെ RBL ബാങ്കിൽ ഒരു 1.97% ഉണ്ടായിരുന്ന ഹോൾഡിങ് 1.66 ആയിട്ട് കുറച്ചതായിട്ട് കാണാം. ഏകദേശം 18% ഒരു സെൽ ഓഫ് അവർ നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന് SMS ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ആണ്. ഇത് 0.2% ഉണ്ടായിരുന്ന ഹോൾഡിങ് 0.17% ആയിട്ട് കുറച്ചിട്ടുണ്ട്. 17.64%-ന്റെ ഒരു സെൽ ഓഫ് നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന് സംവർദ്ധന മദേഴ്സൺ ഇന്റർനാഷണൽ ആണ്. ഇതിലും ഇവർ ഹോൾഡിങ് കുറച്ചതായിട്ട് കാണാം. 1.2%-ൽ നിന്ന് 1.04% ആയിട്ട് നേരിയൊരു കുറവ് ഇതിൽ കാണുന്നുണ്ട്. 15% ഒരു സെൽ ഓഫ് ഇതിൽ അവർ നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന് മിൻഡ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇത് 1.51%-ൽ നിന്ന് 1.31 ആയിട്ട് കുറഞ്ഞതായിട്ട് കാണാം. 15% ഒരു സെൽ ഓഫ് ഈ സ്റ്റോക്കിൽ അവർ നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ഇൻഡോകോ റെമഡീസ് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ഹോൾഡിംഗ് 0.57 സ്ഥാനത്ത് ഇപ്പോൾ 0.5 മാത്രമേ കാണുന്നുള്ളൂ. അതായത് ഏകദേശം 14% ഒരു സെൽ ഓഫ് ഇതിലും നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ലിമിറ്റഡ് ആണ്. ഇത് 0.74-ൽ നിന്ന് 0.65% ആയിട്ട് ഏകദേശം 13% ഒരു സെൽ ഓഫ് ഇതിലും നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന് സുലാവ് വൈൻയാർഡ്സ് ആണ്. 0.75%-ൽ നിന്ന് 0.66 ആയിട്ട് കുറഞ്ഞതായിട്ട് കാണാം. അതായത് 13%-ന്റെ ഒരു സെൽ ഓഫ് ഇതിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ സീക്വൻസ് സയൻറ്റിഫിക്കിൽ 1.61%-ൽ നിന്ന് 1.42 ആയിട്ട് കുറച്ചതായിട്ട് കാണാം. 13%-ന്റെ ഒരു സെൽ ഓഫ് അതിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഒറീസ മിനറൽ ഡെവലപ്മെൻറ്റ് കമ്പനിയിൽ നിന്ന് 0.37%-ൽ നിന്ന് 0.33 ആയിട്ട് കുറച്ചതായിട്ട് കാണാം. 12%-ന്റെ ഒരു കുറവ്. അതുപോലെ താജ് GVK ഹോട്ടൽസ് റിസോർട്ട്സ് ലിമിറ്റഡിൽ 0.1%-ൽ നിന്ന് 0.09% ആയിട്ട് ചുരുങ്ങിയായിട്ട് കാണാം. അതായത് -11%-ന്റെ ഒരു ഇടിവ് അതിലും കാണാം. അതുപോലെ ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിലിൽ 4.13% ഉണ്ടായിരുന്ന സ്റ്റേക്ക് 3.75 ആയിട്ട് കുറച്ചിട്ടുണ്ട്. അതായത് ഒരു 10%-ന്റെ ഒരു കുറവ് അതിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിലുള്ള ആ ഒരു പോർട്ട്ഫോളിയോ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ ഇത്തരത്തിലുള്ള ആ ഒരു റീബാലൻസിങ് തീർച്ചയായിട്ടും നമുക്ക് കുറേ പാഠങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ കഴിയും. അതിനുവേണ്ടി മാത്രമാണ് ഇതിവിടെ ഈ ഡാറ്റകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ അവർ പല സ്റ്റോക്കുകളും കാണിച്ചുള്ള പൊസിഷൻ സൈസിങ്ങിൻ്റെ ആ ഒരു രീതി കൂടി നമുക്ക് പഠിക്കാനുള്ള കുറേ വക നൽകുന്നുണ്ട്. സോ നിങ്ങൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.